ഹലോ ഗേസ്, എല്ലാവരും സുഖമായിട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും വീഡിയോസ് ചെയ്യുമ്പോഴേക്കും വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഞാൻ ഉള്ളിൽ കഴിക്കുന്ന ഫുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ കൊണ്ടുവന്നേക്കുന്ന ഒരു ഐറ്റമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അത്തിപ്പഴം. ഇത് കൂടുതൽ പേരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ കാണാത്തവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. ഞാൻ ഈ അടുത്ത ഇത് കാണുന്നത്, അതായത് ഓക്കെ ഇങ്ങനൊരു പഴമുണ്ട് അല്ലെങ്കിൽ ഇതിൽ ഇത്ര ഗുണങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ അറിയണത് ഇപ്പോഴാണ്. അപ്പോൾ അതേപോലെ എന്നെപ്പോലെ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് കുറച്ച് അധികം നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് ഇപ്പോൾ കഴിയാറായി. ഇതിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ വന്നിട്ട് ഒരു 1600 വരും കിലോ. 1600, 2300 ആ ഒരു റേഞ്ചൊക്കെ. ഇടയ്ക്ക് താഴോട്ടും വരും കേട്ടോ, 1000, 900 ആ ഒരു റേഞ്ച്. ഞാൻ വിചാരിച്ചില്ല ഇതിന് സത്യം പോലെ ഇതിന് ഇത്ര പ്രൈസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ആദ്യം ഈ അങ്ങാടി കടകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പച്ചമരുന്ന് കട അങ്ങനെയുള്ള കടകളിലായിരിക്കും ഇത് കിട്ടുകയെന്നായിരുന്നു അതിൻ്റെ തോട്ട്. അപ്പം ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇല്ല, ബേക്കറിയിൽ കിട്ടും. അപ്പം നോക്കിയപ്പോൾ ഓക്കെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ പോയി പ്രൈസ് ചോദിച്ചപ്പോൾ ആളും ചിരിക്കണം ഞാനും ചിരിക്കണം. അപ്പം ഞാൻ വിചാരിക്കാം ഇത്ര പ്രൈസ് ഉണ്ട് വാങ്ങിക്കണം, പക്ഷെ വാങ്ങിച്ചേ പറ്റുള്ളൂ, എനിക്ക് ഉപയോഗിച്ച് നോക്കണം. അങ്ങനെ വാങ്ങിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നേരം ഞാൻ കഴിക്കണുള്ളൂ, അതേ നമുക്ക് പറ്റുള്ളൂ. ഒരു നേരം കഴിക്കണുള്ളൂ. എല്ലാ ദിവസവും രാവിലെ വെറും വൈകി കഴിക്കും. രാത്രി ആകുമ്പോഴേക്കും ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് വെക്കും, രാവിലെ ആകുമ്പോൾ കഴിക്കും. സത്യം പറഞ്ഞാൽ വെള്ളവും കുടിക്കണമെന്നാണ് സത്യം പറയാറ്. ഞാൻ കുടിക്കാറില്ല, എന്താണെന്നറിയില്ല, രാവിലെ വെറും വൈകിട്ട് കുടിക്കില്ല. അപ്പം ഞാൻ എനിക്ക് റിസ്ക് എടുക്കണ്ട. അതായത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇഷ്ടപ്പെടാതെ കഴിച്ചാൽ വോമിറ്റിംഗ് വരും. പക്ഷേ ഈ സാധനം എടുത്ത് കഴിക്കാം. അതായത് എനിക്ക് തോന്നുന്ന ഒരു 2-3 ഹവേഴ്സൊക്കെ വെള്ളത്തിലിട്ടിട്ടാലും കുതിർപ്പിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ ഓവർനൈറ്റ് വെച്ചെടുക്കുമ്പോഴേക്കും കുറച്ച് ആ മധുരം ഒന്ന് കുറയും, പക്ഷേ സാധനം സൂപ്പറാണ്. പക്ഷേ വെള്ളം ഞാൻ ഇതുവരെ കുടിച്ചില്ല. അതേ സമയത്ത് ഉണക്കമുന്തിരി ഇട്ട് വെള്ളം കുടിക്കുമ്പോൾ ഓക്കെ, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുടിക്കാം. അതൊന്നും ആ വെള്ളത്തിൽ ഞെരടിയിട്ട് കുടിക്കാം. പക്ഷേ ഇത് ഞാൻ അങ്ങനെ ഞെരടി അങ്ങനെ ഒന്നല്ല കേട്ടോ. ഇത് വെള്ളത്തിലിട്ടിട്ട് കഴിക്കും, ഓക്കെയാണ്, പക്ഷെ വെള്ളം കുടിക്കാറില്ല. ടു ബി ഹോണസ്റ്റ്, ഞാൻ വെള്ളം കുടിക്കാറില്ല. കുടിക്കണം എന്നേ പറയുള്ളൂ. നിങ്ങൾക്ക് മേ ബി ഇഷ്ടപ്പെടും, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ അധികം ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് വേഗം പോവാം. ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്നാട്ടോ വിചാരിക്കണേ. അത്തിപ്പഴത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ശക്തവും പോഷകസമൃദ്ധവുമായ ഭക്ഷണമെന്ന നിലയിൽ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. ഏതൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അത്തിപ്പഴം ഉപയോഗിക്കാമെന്ന് ആദ്യം നോക്കാം. ലൈംഗിക ശേഷിയില്ലായ്മ, മലബന്ധം, ദഹനക്കേട്, പ്രമേഹം, ചുമ, ആസ്മ, ഹൃദ്രോഗം, ഉയർന്ന കൊളസ്ട്രോൾ ലെവലുകൾ, വിളർച്ച, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ അത്തിപ്പഴം ഉപയോഗിക്കാവുന്നതാണ്. അത്തിപ്പഴത്തിൽ ഏതൊക്കെ തരം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. വൈറ്റമിൻ എ, B1, B2, സി, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, മാംഗനീസ്, സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ, ഡയറ്ററി, ഫൈബർ തുടങ്ങിയ പോഷകങ്ങൾ അത്തിപ്പഴത്തിൽ കൂടുതലാണ്. അത്തിപ്പഴത്തിൽ കാണപ്പെടുന്ന പെക്റ്റിൻ കൊളസ്ട്രോൾ ആഗീകരണം ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കും. ഇവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ചില മാരകമായ മുഴകളെ തടയാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ അവകാശപ്പെടുന്നുണ്ട്. നാരുകൾ ശരീരത്തിന് വയറ് നിറയുന്നത് പോലെ തോന്നിപ്പിക്കും. ശരീരഭാരം കുറയ്ക്കാൻ ഗുണം ചെയ്യുകയും ചെയ്യും. പതിവായി മലവിസർജ്യം പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നതാണ്, വർക്കൗട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഗർഭിണികളിൽ ഒക്കെ പൈൽസ് ഉണ്ടാവാറുണ്ട്. കൂടുതൽ ആളുകളും പുറത്ത് പറയാൻ മടിക്കുന്നതാണെങ്കിലും പൈൽസ് മിക്കവരെ അലട്ടുന്ന ഒരു അസുഖം തന്നെയാണ്. നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കാം, ഇത് ഒരിക്കലും മാറില്ലാന്ന്. പക്ഷേ ഇത് 100% മാറ്റുമെന്ന് ഉറപ്പുള്ളൊരു ഫ്രൂട്ടാണ് അത്തിപ്പഴം. ഇതൊരു 1 വീക്ക് 2 നേരം വെച്ച് കഴിച്ചാൽ തന്നെ എത്ര പഴക്കം ചെന്ന പൈൽസ് ആയാൽ പോലും പൂർണ്ണമായും നീക്കം ചെയ്യാനായിട്ട് അത്തിപ്പഴം നമ്മളെ വളരെ നല്ല രീതിയിൽ സഹായിക്കും. മറ്റേതൊരു പഴത്തേക്കാളും കൂടുതൽ കാൽസ്യം ഉണങ്ങിയ അത്തിപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. വെറും 1/4 കപ്പിൽ 100 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിരിക്കുന്നു. ഉണങ്ങിയ അത്തിപ്പഴത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നഖങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഞരമ്പുകളെ ശാന്തമാക്കാനും എല്ലുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനൊന്നും യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നതല്ല. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പൊട്ടാസ്യം ഉണങ്ങിയ അത്തിപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത്തിപ്പഴം കഴിക്കുന്നത് ചർമ്മത്തിന്റെ ചെറുപ്പവും തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്നു. ഇവയിലെ ഉയർന്ന omega-3 ഫാറ്റി ആസിഡ് ചർമ്മത്തെ പോഷിപ്പിക്കുന്നു. വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളെ ചെറുക്കുന്നു. മുഖക്കുരു തടയുന്നു.
പ്രമേഹമുള്ളവർക്ക് ഭക്ഷണത്തിൽ ചേർക്കാൻ അത്തിപ്പഴം നല്ലൊരു ഓപ്ഷനാണ്. ഭക്ഷണത്തിലെ നാരുകൾ അടങ്ങിയ അത്തിപ്പഴം പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു. പച്ചക്കറികളിൽ നിന്നുള്ള ആന്റി ഓക്സിഡന്റുകളേക്കാൾ ഫലപ്രദമാണ് പഴങ്ങളിൽ നിന്നുള്ള ആന്റി ഓക്സിഡന്റുകൾ. പ്രത്യേകിച്ച് കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ മഞ്ഞപ്പുള്ളി രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പതിവായി ഉണങ്ങിയ അത്തിപ്പഴം കഴിക്കുക. ചുമയ്ക്കും ജലദോഷത്തിനും ചികിത്സിക്കാൻ പരമ്പരാഗതമായി അത്തിപ്പഴം ഉപയോഗിച്ചു വരുന്നു. അത്തിപ്പഴത്തിലെ ഉയർന്ന അളവിലുള്ള വിറ്റാമിൻ B6 സെറോട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനൊപ്പം മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും കാരണമാകുന്നു. നിങ്ങളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ കൂട്ടാൻ അത്തിപ്പഴം നല്ല രീതിക്ക് സഹായിക്കും. ഉറക്കമില്ലായ്മയ്ക്ക് അത്തിപ്പഴം സഹായിക്കും. അവയിൽ ട്രിപ്റ്റോഫാൻ എന്ന പോഷകം അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഉറക്കം പ്രോത്സാഹിപ്പിക്കുകയും തലച്ചോറിന് പഞ്ചസാര ശരിയായി ഉപയോഗിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിലുടനീളം നല്ലൊരു രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അത്തിപ്പഴത്തിൽ ആന്റി ഓക്സിഡന്റുകൾ, വിറ്റാമിൻ എന്നിവ കൂടുതലാണ്. ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഇവ പെട്ടെന്ന് ഊർജ്ജം അല്ലെങ്കിൽ സ്റ്റാമിന നൽകുന്നു. ഇത് ഉദ്ധാരണക്കുറവ്, ലൈംഗിക ബന്ധത്തിൽ സ്റ്റാമിനയുടെ അഭാവം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുന്നു. ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് രാത്രി മുഴുവൻ പാലിൽ കുതിർത്ത ശേഷം അത്തിപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. അത്തിപ്പഴത്തിൽ പാർശ്വഫലങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാം. അത്തിപ്പഴം കഴിക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങൾ: അത്തിപ്പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ അവയിൽ കൂടുതൽ കഴിക്കുന്നത് വയറിളക്കത്തിന് കാരണമാകും. അത്തിപ്പഴങ്ങളിൽ കലോറി കൂടുതലാണ്, അതിനാൽ അവ ധാരാളം കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കില്ല. റബ്ബർ, ലാറ്റക്സ് അല്ലെങ്കിൽ ബിർ പൂമ്പൊടിയോട് അലർജി ഉള്ള വ്യക്തികൾക്ക് അത്തിപ്പഴങ്ങളോട് അലർജി ഉണ്ടാകാം. അത്തിപ്പഴത്തിൽ വിറ്റാമിൻ K ധാരാളം അടങ്ങിയിട്ടുണ്ട്. രക്തം കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അത്തിയില ചർമ്മത്തിൽ പുരട്ടുന്നത് ചർമ്മത്തെ സൂര്യപ്രകാശത്തിനോട് കൂടുതൽ സെൻസിറ്റീവ് ആക്കും.